പെക്സ് ഗെയിമിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, നമുക്കത് കുറച്ച് കൂട്ടണം ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ബേസ് പണിയുന്നത് വെച്ചാണ് നിർത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മെഗാ എപ്പിസോഡൊക്കെ വരുന്നുണ്ടെന്ന്. പക്ഷേ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എക്സാംസ് ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ നമ്മളിന്ന് പണിയാൻ പോകുന്നത് ഒരു ഫാംസാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഫാംസ് വേണം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് വില്ലേജർ ബ്രീഡറാണ്. ഭൂമധ്യരേഖ പ്രകാരം ഞാൻ ഇവിടെയാണ് സ്ഥലം കുറിച്ചിട്ടിരിക്കുന്നത്. അതിന് ഈ ചെസ്റ്റിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഉണ്ട് ഇതുണ്ടാക്കാനായിട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം വേറൊന്നുമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വില്ലേജറിൻ്റെ ഒരു പണി തുടങ്ങാം. ഇവിടുന്ന് ഒരു 3 അടി ബ്ലോക്ക് നമുക്ക് അങ്ങോട്ട് ഒഴിക്കണം. 1 2 3. ഓക്കെ, നമ്മൾ 3 അടി ബ്ലോക്ക് കുഴിച്ചിട്ട് ഇവിടുന്ന് 2 അടി അടിയിലോട്ട് ഒഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ 2 അടി പൊക്കത്തിൽ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ റെഡ് സ്റ്റോൺ ടോർച്ചും പവർ റെയിലും ഒക്കെ വെക്കണം. ഓക്കെ, ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. ചെസ്റ്റ് തുറന്ന് ഈ ഡേർട്ട് അങ്ങോട്ട് വെച്ചിട്ട്, ഡേർട്ട് അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് എടുക്കാം. ഒരു പവർ റെയില്, റെഡ് സ്റ്റോൺ ടോർച്ച്, സാധാ റെയില്, ഒരു മൈൻ കാർട്ട്, ഒരു ഡിസ്പെൻസർ. ഇതിത്രയാണ് നമുക്കിപ്പോൾ ആവശ്യം. ഇത്ര എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഇത് ഇരിക്കേണ്ട പ്ലേസിൽ നമുക്കൊന്ന് വെച്ചിട്ട് വരാം. നമ്മൾ അടിയിൽ ആദ്യം നമുക്ക് റെയിൽ വെക്കാം. റെയിൽ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ചരിഞ്ഞൊന്ന് വെച്ച് നോക്കട്ടെ. എന്താ ഇങ്ങനെ ഇരിക്കുന്ന, പിന്നെ ഒന്ന് ചരിഞ്ഞു. അതിനി ഇത് അതിൻ്റെ അപ്പുറത്ത് റെയിൽ വെച്ചാലാണോ ഇനി ഇത് വരുന്നത്? അങ്ങനെ ആയിരിക്കും, ഞാൻ മറന്നുപോയി എങ്ങനെയാണെന്ന്. എന്തായാലും നമുക്ക് ഈ സ്റ്റോൺ ടോർച്ച് ഇവിടെ വെച്ചിട്ട് ഇത് മൂടണമെങ്കിൽ നമ്മുടെ ഈ ഡേർട്ട് പോയി എടുത്തുകൊണ്ട് വരാം. എടുത്ത് ഇവിടുന്ന് അങ്ങ് പൊളിക്കാം. ഇനിയിപ്പം ഇവിടുന്ന് പൊളിച്ച് അവിടെ കൊണ്ടുവന്ന് ഇതിന് മൂടിയിട്ട് റെയിൽ വെച്ച് റെയിൽ വെച്ച് 2 പവർ റെയിൽ ഇങ്ങനെ വെച്ച് ഡിസ്പെൻസർ എടുത്ത് ഇങ്ങോട്ട് നോക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് മൈൻ കാർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൈൻ കാർട്ട് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 9 അടി അങ്ങോട്ടും 10 അടി വീതിയിൽ നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കണം. ഞാനത് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പം കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, നമുക്ക് പോയി കിടന്നുറങ്ങാം. സോംബിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം തന്നെ എൻ്റെ അടുത്തോട്ട് വരുന്നല്ലോ. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങി. അവന്മാരെല്ലാം അങ്ങ് കത്തി തീരട്ടങ്ങ്. വീട്ടിൽ കയറി കഥ അങ്ങോട്ട് തുറന്ന് വീണ്ടുമോ സോംബി. എന്തായാലും ഇതെങ്ങനെ വീട്ടിൽ കയറി എൻ്റെ? എന്തായാലും കിടന്നുറങ്ങാം. ഉറങ്ങാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് സോഡം എടുത്ത് അവനെ അങ്ങ് കൊല്ലാം. നമുക്ക് പെട്ടെന്ന് ഓടി അടുത്തടിച്ച് സോഡം എടുക്ക്. എന്തി മാറാ, വെട്ടി കീറുന്നന്നെ. നീ ആരോട് വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ കയറി? ഇപ്പോൾ ഉള്ള പന്നിയോ? നമുക്ക് നമ്മുടെ ബെഡിൻ്റെ അടുത്ത് പോയി നോക്കാം, ഉറങ്ങാം. ഇതൊക്കെ ആരോണ്ടൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നതാ വീടിൻ്റെ. തല്ലാൻ വന്നെയാന്ന് തോന്നുന്നു തന്നെ. നമുക്ക് എന്തായാലും കയറി ഇവിടെ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ബെഡ് എടുത്ത് ഇവിടെ ഒന്ന് വെച്ച് നോക്കട്ടെ, പറ്റുമോയെന്ന് നോക്കാം. ഇവിടെ ഓടാൻ പറ്റുന്നില്ല. ഇവിടെ അങ്ങ് പൊളിച്ചേ. നമുക്ക് ഇവിടെ കൊണ്ട് വെക്കും. വെളിയിൽ കൊണ്ട് വെച്ച് പറ്റുമോ? വെളിയിൽ കൊണ്ട് വെച്ച് നോക്കിയേ. അവിടെയും പറ്റത്തില്ല. എല്ലായിടത്തും എൻ്റെ വീടിന് ചുറ്റിനും അവന്മാർ വളഞ്ഞ് തന്നെ. കാര്യം ചെയ്യാം, നമുക്ക് ഒറ്റ ഓട്ടം ഓടാം. എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും വീട്ടിൽ കയറി അങ്ങ് ഓടങ്ങാം. 3 2 1. അല്ല, ഇവിടെ വെച്ച് നോക്കിയാലേ. ഇവിടെ വെച്ചിട്ട് ഓടാൻ പറ്റുന്നില്ല. ഓടിക്കോ. അയ്യോ പറ്റത്തില്ല. ഓടിക്കോ. അമ്മമാരൊക്കെ സൈഡിൽ നിന്ന് ക്രീപ്പറൊക്കെ നിൽക്കുന്നതാണ്. നമുക്കില്ല വീട്ടിൽ കയറി നിൽക്കാം. അതുകൊണ്ട് ഈ വീടെന്താ പൂട്ടിയിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ഞാൻ മറ്റേ ബ്രീഡറിനുള്ള വില്ലേജർമാരെ പൂട്ടിയിട്ടേക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ കയറി കിടന്നു ഇറങ്ങാം. ഈ വീട്ടിൽ ഇവിടെ കഥയൊക്കെ തുറന്നിടങ്ങുക, ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അടക്കി ബെഡ് വെക്ക്, കിടന്നുറങ്ങ്. ഓക്കെ, സെറ്റ്. രാവിലെ ആയ സ്ഥിതിക്ക് നമുക്ക് കോബിൾ സ്റ്റോൺ അങ്ങ് വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ കോബിൾ സ്റ്റോൺ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 2 അടി പൊക്കം കൊടുക്കണം.
ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട്. ഇനി ഒരു 2 അടി പൊക്കത്തിൽ നമുക്കൊന്ന് ഇതൊന്ന് പൊക്കണം. അതായത് 1 2 ഈ ഒരു അടി പൊക്കത്തിൽ നമുക്ക് ഇത് ഇത്ര ചുറ്റും ഒന്ന് കവർ ചെയ്യണം അളിയാ. അല്ലെങ്കിൽ സോംബി കയറി വില്ലേജർമാരെ അങ്ങ് പണിയും. അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് 2 അടി, അല്ലെങ്കിൽ യവന്മാർ ചാടിയും പോകും വില്ലേജർമാരെ. അതുകൊണ്ട് നമുക്കിതൊരു 2 അടി പൊക്കത്തിന് അങ്ങോട്ട് പണിഞ്ഞു കൊടുക്കാം. ഇത് ഇത്രയും പണിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഇതൊന്ന് ഇത്ര ഒന്ന് ആക്കട്ടെ ഞാനൊന്ന്. ഓക്കെ, നമ്മളങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3 അടി വിട്ടിട്ട്, അതായത് 4ാമത്തെ ബ്ലോക്കിൽ നിന്ന് ഒരു 4 അടി ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി ഞങ്ങൾ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതങ്ങോട്ട് ഇത്ര അങ്ങോട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഈ ഒരു ബ്ലോക്കിൻ്റെ ഈ ഒരു പ്ലേസ് അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് 2 അടി അങ്ങോട്ട് അകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് അപ്പുറത്തോട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗം അങ്ങ് മൂടുക. അന്നേരം വെള്ളം അവിടെ തന്നെ നിന്നോളും. അന്നേരം പിന്നെ ഇതങ്ങ് നമുക്ക് അന്നേരം നമ്മുടെ ക്രോപ്പ് ലാൻഡ് ആക്കാൻ പറ്റും. അന്നേരം ഒരു ഹോ എടുത്തോണ്ട് വന്നിട്ട് ഇത് ഇത്ര അങ്ങ് ആക്കുക. എന്നുവെച്ചാൽ അങ്ങനെ നമ്മുടെ ഈ വിത്ത് നടുമ്പോൾ ഉള്ളൊരു ഇതില്ല, അതങ്ങ് പൊളിക്കുക. എന്നിട്ട് ഈ 2 എണ്ണം അങ്ങ് പൊളിക്കുക. ഇത് 2 എണ്ണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജർമാരെ നമുക്ക് തുഴഞ്ഞുകൊണ്ടൊന്ന് കയറ്റാനാണ് ഈ 2 എണ്ണം. അപ്പോൾ ഇവിടുന്ന് ഒരു ഇത്രയും വെച്ചിട്ട് നമ്മളങ്ങ് പൊളിക്കുക. ഇത്രയും വെച്ച് ഈ ഒരു ലെവലിൽ അങ്ങ് മൊത്തം അങ്ങ് പൊളിച്ച് പോയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ സീഡ് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഇത് ഇത്രയും കുഴിച്ചല്ല ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ക്രോപ്പായിട്ട് നമുക്ക് ക്യാരറ്റ് നട്ടു കൊടുക്കണം. അതിന് ഞാൻ 36 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടങ്ങ് പോയാൽ മതി. അയ്യോ, ഇതാരാ? ഓ, എൻ്റെ പുറയിലൊരു പന്നിയുണ്ട്, കള്ളപ്പന്നി. ചെറുക്കനെ പോടേ ഒടേ. പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവരുടെ ക്യാരറ്റ് ഒക്കെ ഇത്ര ഇങ്ങനെ അങ്ങ് വെച്ച് പോയാൽ മതി നമുക്ക്. അല്ലാ, പൊളിഞ്ഞ് എന്തിയേ ഒന്നുകൂടി ഉഴുത് ഇതങ്ങോട്ട് വെച്ച്. ഓക്കെ, ഇത്രയും വെക്കുമ്പോഴത്തേക്ക് ഓക്കെ, നമ്മുടെ ക്യാരറ്റും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കമ്പോസ്റ്റർ 2 എണ്ണം എടുക്കണം. എന്നുവെച്ചാൽ അതും പോയി. നമുക്ക് കമ്പോസ്റ്റർ 2 എണ്ണം വേണം. എന്നാലേ ഈ വില്ലേജസ് നമ്മുടെ ഫാമറായിട്ട് പണിയെടുക്കത്തുള്ളൂ. എന്നാലേ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 2 കമ്പോസ്റ്ററും ഒരു ഡേർട്ടും 2 ട്രാപ്പ് ഡോറും എടുത്തുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, കമ്പോസ്റ്റർ ഓക്കെ, അത് മാറിപ്പോയി. കമ്പോസ്റ്റർ സോംബി മാറ്. അതൊക്കെ പോട്ടെ, നമുക്ക് പിന്നെ വെക്കാം. അതൊക്കെ ഒന്ന് പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് നിന്നെയൊക്കെ ഞാൻ കാണിച്ച് തരളാ. നിന്നെയൊക്കെ ഞാൻ ഈ ഒരു നൈറ്റും കൂടി എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. ഇപ്പം എൻ്റെ വില്ലേജർ ബ്രീഡറിൻ്റെ പണി അങ്ങ് തീരും. ഓക്കെ, ഉറങ്ങ്. ഓക്കെ, സെറ്റ്. റൂയിൻ്റെ ഹോട്ടൽ കണ്ടപ്പോഴാണ് മഴ തീർന്ന്. ഓക്കെ, റൂയിൻ്റെ ഹോട്ടൽ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ നെതറിലോട്ട് കയറുന്നുണ്ട് ഗായ്സ്. ഓക്കെ, നെതറിൽ കയറിയിട്ടാണ് ബാക്കി. അവനൊക്കെ എൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ചത്തോളും നീയൊക്കെ. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല. ഇതങ്ങോട്ട് മാറ്റി ക്യാരറ്റ്. എന്തിയവൻ ഇതിനായിരുന്നു അവൻ കാണിച്ച ഇത്രയും. ഓക്കെ, അതിനങ്ങോട്ട് വെച്ച് ഇതങ്ങോട്ട് മാറ്റി ഇവിടെ കമ്പോസ്റ്റർ എടുത്ത് വെച്ച് ഇവിടെ ഒരെണ്ണം വെക്കണം. എന്നിട്ട് ഞാൻ ഈ ചാടുന്ന എന്തിനാ? എന്നിട്ട് ഇത് ഒരു ബ്ലോക്ക് ഇവിടെ കുഴിക്കണം അല്ലേ? ഓക്കെ, ഒരു ബ്ലോക്ക് കുഴിച്ചിട്ട് നമുക്ക് ഇവിടെ ട്രാപ്പ് ഡോർ വെക്കണം. ട്രാപ്പ് ഡോറ് ഇതിന് സമാപമായിട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഒരു ഡേർട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൂടി ട്രാപ്പ് ഡോർ വെക്കണം. എന്നിട്ട് അന്നേരം കറക്റ്റാവും, അന്നേരം സെറ്റാവും. ഓക്കെ, ഇത് ഇപ്പോൾ കറക്റ്റായി. 2 ട്രാപ്പ് ഡോർ വെച്ചു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ 3 ബെഡ് വെക്കണം. ഓക്കെ, അപ്പം ഞാൻ പോയി 3 ബെഡ് എടുത്തിട്ട് വരാവേ. ഓക്കെ, നമ്മളപ്പോൾ അങ്ങനെ ബെഡ് 3 എണ്ണം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഇപ്പുറത്തെ റൂമിൽ, അതായത് നമ്മൾ ഈ 4x5 വെച്ച റൂമിൽ 1 2 3 അടി പൊക്കത്തിൽ കുഴിക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജർ കുഞ്ഞുങ്ങൾക്ക് വലുതാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ടാണ് ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു റൂം. അപ്പം ഇവിടെ നമുക്ക് സൈൻ ബോർഡ് വെക്കണം. സൈൻ ബോർഡ് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, സൈൻ ബോർഡ്
ഓക്കെ, നമുക്ക് ഇങ്ങനൊരു സൈൻ ബോർഡ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. അന്നേരം നമ്മളെക്കാട്ടി ഇച്ചിരിയും കൂടി ഹൈറ്റ് കൂടുതലാണ് വില്ലേജർമാർക്ക്. അപ്പോൾ ഈ വെള്ളം ഉള്ളതുകൊണ്ട് അവർ എന്തായാലും മണ്ടയ്ക്ക് പോകും. അപ്പോൾ ഈ മണ്ടയ്ക്ക് ഒന്ന് നിൽക്കാനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്ക്. അതിനാണ് നമ്മൾ ഈ ഒരു 4x5 എന്ന രീതിയിൽ ഈ ഒരു റൂം പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടിയിലോട്ട് പോയിട്ട് ഇവിടുന്ന് നേരെ 2 അടി ഒന്ന്, എന്നിട്ട് ഇവിടെ നമ്മൾ അവിടെ ട്രാപ്പ് ഡോർ വെച്ചടുത്തോട്ട് എത്തുന്നതും വരെ ഇതിങ്ങനെ കുഴിക്കുക. ഓക്കെ, ഈ ഒരു കുഴിയിൽ നിന്ന് അവർ വില്ലേജർ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഡാമേജ് എടുക്കാതിരിക്കാൻ നമുക്ക് ഇവിടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വന്നിട്ട് ഒഴിക്കാം. ആ ഒരു കുഴിയിൽ നിന്നാണ് അവരിങ്ങനെ വന്ന് ഇവിടെ എത്തുന്നത്, സൈൻ ബോർഡിൻ്റെ അടുത്ത്. അവിടുന്ന് അവർ വളർന്ന് മറ്റേ ഈ റൂമിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഈ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രീഡായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് വളരാനും അവിടുന്ന് വളർന്നാണ്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലൂടെ അവർ ഒഴുകി ഇങ്ങനെ മൂലയ്ക്കോട്ട് വരും. അതിനാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇനി ഈ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ ഈ കമ്പോസ്റ്ററിൻ്റെ മണ്ടയ്ക്ക് ഇനി വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ ആവുമ്പോൾ ഇത് ഡേർട്ടാവും, പിന്നെ ഇവിടെ വളരത്തില്ല. ഇനി ഇത് വെച്ച് ഇങ്ങനെ ഫാം ലാൻഡിൻ്റെ ഒരു ഇതാക്കി കഴിഞ്ഞാൽ അവർ ഉഴുതു മറിഞ്ഞാലേ ഇതിങ്ങനെ ക്യാരറ്റൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ വില്ലേജർമാർ ഇങ്ങനെ ഈ കമ്പോസ്റ്ററിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടെടുത്ത് ചാടും. അപ്പോൾ ഇതിങ്ങനെ ഡേർട്ടായി മാറും ഈ ഫാം ലാൻഡ്. അപ്പോൾ നമുക്ക് ഇതൊരു 2 നിലയായിട്ട് പില്ലർ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രീഡറിൻ്റെ ഓൾമോസ്റ്റ് പണിയും തീരും. അപ്പോൾ ഇനി ഈ ഡിസ്പെൻസർ ഇരിക്കുന്നിടത്തൊരു ബട്ടൺ വെക്കണം. അപ്പോൾ ഞാൻ പോയി ബട്ടൺ എടുത്ത് വന്ന് അവിടെ വെച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. ഓക്കെ, അങ്ങനെ നമ്മൾ ബട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടൺ നമുക്ക് ഈ ഡിസ്പെൻസർ ഇരിക്കുന്ന ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ വെക്കുന്നതോടെ ഈ ഡിസ്പെൻസർ ഇങ്ങനെ ഈ ഡിസ്പെൻസറിൽ നിന്ന് മൈൻകാർട്ട് ഇങ്ങനെ ഈ വില്ലേജറുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മുടെ ട്രെയിനിങ് ഹാളിലോട്ടോ ഹൈൻ ഫാമിലോട്ടോ ഒക്കെ. നമുക്ക് ഇതിലോട്ട് വേണ്ട 2 വില്ലേജർമാരെ പോയി പിടിച്ചുകൊണ്ട് വരാം. ഞാൻ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാം അവരെ. ഇതിനായി നമുക്ക് ഇതാണ് സ്ഥലം. ഇത് പൊളിച്ച ഉടനെ അവിടെ ബോട്ട് വെക്കണം. എന്നിട്ട് 2 വില്ലേജർമാരെ കയറ്റി ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ ഇവിടെ വെക്ക്, തിരിച്ച് വെക്ക്. അല്ലാണ്ട് ഇങ്ങനെ നേരെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ വെച്ചാൽ പോലെ, അതാകുമ്പോൾ മരി കയറിക്കോളും. ഇനി ഒരുത്തനെ പിടിച്ച് കയറ്റണം ഇതിനകത്തോട്ട്. ആരെങ്കിലും ഒരാൾ ഒരുത്തൻ പോയി അതിനകത്തോട്ട്. ഒരുത്തൻ കയറി. ഇവനെ നമുക്ക് തിരിച്ച് നിർത്തണം. തിരിച്ച് നിർത്തിയിട്ട് ഇവനെയും കൊണ്ട് പോകണം. അടുത്ത ആൾ വരണം. ഒരു കാര്യം ചെയ്യാൻ ഞാനങ്ങ് മാറാം. അവനെയും കയറി. നമുക്ക് ഇവനെയാണ് വേണ്ടത്. ഇവനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവനെ അങ്ങ് കൊല്ലണം. നമുക്ക് ഇവനെ കുരുതി കൊടുക്കാം. അവനെ ഒന്നും വിചാരിക്കരുത്, നിന്നെ കൊണ്ടൊരു ഉപയോഗമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാർമറിനെ നമ്മുടെ ഒരു ഫാം ലാൻഡിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബോട്ട് തിരിച്ച് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ വില്ലേജർമാരെ ഇങ്ങനെ ബോട്ടിനകത്ത് ഇരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര കഷ്ടമായിരുന്നു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ പിന്നെ കയറ്റാൻ വയ്യ. പിന്നെ ഇവിടുന്ന് ഒരു പാത്വേ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ച് അങ്ങനെ നമ്മുടെ വില്ലേജർ ബ്രീഡറിൻ്റെ പരിപാടി ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ബോട്ട് ഒന്ന് പൊട്ടിക്കണം. ബോട്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് കുനിഞ്ഞിരുന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഈ 2 ബോട്ട് നമുക്ക് പൊട്ടിക്കണം. ഓക്കെ, ചെറുക്കനെ കണ്ട് മാറിയേ. ഓക്കെ, അത് അവനങ്ങ് നട്ടോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റേ ബോട്ട് നമുക്ക് പൊളിക്കണം. അതവൻ നട്ട്. അയ്യോ, സോറിയടാ മോനെ, ക്ഷമിച്ചോളാം, നീ നമ്മൾ ഇതാക്കി തരാം. ഇതെന്ത് കഷ്ടത്. ഓക്കെ, നമുക്ക് ഈ ബോട്ട് ഇനി ഇങ്ങനെ പൊട്ടിക്കാം. 2 പേരും അതിനകത്ത് കയറി പൊട്ടറാ. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ച് കയറി പോകണം. കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ വെച്ച് നോക്കട്ടെ. പൊട്ട മണ്ടത്തര കാണിച്ച് ഇത് പൊളിച്ച് ഇതൊന്ന് ചാടി ഡേട്ടാക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് കയറാം. ഓക്കെ, ഇത് പൊളിച്ചിട്ട് അതങ്ങ് പോട്ടെ. കോബിൾ സ്റ്റോൺ പോട്ടെ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാരറ്റ് എടുത്ത് നമുക്ക് ഇവിടെ നട്ടു കൊടുക്കാം. എന്നിട്ട് അവന്മാർ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പരിപാടി. അയ്യോ, അറിയാതെ വീണല്ലോ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്രീഡറിൻ്റെ പരിപാടി, വർക്കിങ്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചാടിയതാണ് കേട്ടോ, വേറൊന്നുമല്ല. അല്ല, എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല, എനിക്ക് തെറ്റാനോ. ഓക്കെ, അപ്പോൾ ബ്രീഡറിൻ്റെ പരിപാടി അങ്ങനെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലൈറ്റപ്പ് ചെയ്യണം. ലൈറ്റപ്പ് ചെയ്യാൻ ടോർച്ച് എൻ്റെ കയ്യിലുണ്ടോയെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മുടെ വില്ലേജിൻ്റെ പുറയിലൊരു കേവ് ഉണ്ട്, അവിടെ കോളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പോയി അത് വെട്ടിയിട്ട് നമുക്ക് കോളെടുത്ത് ടോർച്ച് ഉണ്ടാക്കാം. ഓക്കെ, ടോർച്ചില്ല, അപ്പം ഞാൻ ഇത് ടോർച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ഞാൻ കാണിച്ച് തരാം. അപ്പം നമ്മുടെ വില്ലേജർ ബ്രീഡർ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണിച്ച് തരാം. നേരെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ വില്ലേജർ ബ്രീഡർ. ഓക്കെ, ഞാൻ ഇവിടെ ടോർച്ചൊക്കെ വെച്ച് കുറച്ച് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ല, നമുക്ക് നല്ലൊരു വില്ലേജർ. ഇതെന്ത് ഇവിടെ ഒരു വലിയ യുദ്ധം തന്നെ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ബ്രീഡർ വർക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ടോർച്ചപ്പ് ചെയ്യാൻ നേരത്ത് ഒരു കുട്ടി വന്നിരുന്നു. ഇനി ആ കുട്ടി ഇങ്ങനെ നിന്ന് വലുതായിട്ട് നമുക്കൊരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അവർക്ക്. കേട്ടാ. ഓക്കെ, ഇതെന്തു. ഓക്കെ, ഈ കുട്ടി ഇങ്ങനെ നിന്ന് വലുതായി അറ്റത്ത് ഇല്ല. അപ്പോൾ നമ്മൾ ഡിസ്പെൻസറിൽ നിന്ന് കാർട്ടിനകത്ത് വഴി നമ്മളിങ്ങനെ അവരെ ട്രേഡിംഗ് ഹാളിലോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുന്നു. അപ്പോൾ പീസ് ഔട്ട്.